ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് ഇതുപോലുള്ള അഡീനിയം പ്ലാന്റുകൾ എന്നും ഒരു അത്ഭുതമാണ്. വളരെ കുറഞ്ഞ പരിചരണം കൊണ്ട് നമുക്ക് അഡീനിയം പ്ലാന്റുകൾ വളർത്തിയെടുക്കാം. സാധാരണ രീതിയിലുള്ള പോട്ടിംഗ് മിക്സ്ചറും അതേപോലെ തന്നെ ഫില്ലിങ്ങുമാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ആകെ ശ്രദ്ധിക്കാനുള്ളത് ചീവ് വരാതിരിക്കുക, അതേപോലെ തന്നെ കോഡെക്സ് ഒന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വിസ്താരമുള്ള ഒരു ചട്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു ഓട് കഷ്ണം വെച്ചിട്ട് അതിൻ്റെ വെള്ളം പോകുന്ന സ്ഥലം ഒന്ന് ക്ലോസ് ചെയ്യുക. ദെൻ കടിയിലിട്ട് കുറച്ച് എന്നിട്ട് നല്ല ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത്, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടേക്കണേ, മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തു. ഇതിൻ്റെ കോഡെക്സ് മുകളിൽ വരെ ആ ബൾബ് പോലെ ഇരിക്കുന്ന ഒരു പാർട്ടുണ്ടല്ലോ, അത് കുറച്ച് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ചെടിയെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ശരിക്കും ഇതൊരു മരുഭൂമിയിലൊക്കെ വളരുന്ന ഒരു ചെടിയായിട്ടാണ് നമ്മൾ ഡെസേർട്ട് റോസ് എന്ന് ഇതിനൊരു പേരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന, അപ്പോൾ അധികം വലിയ നമ്മളുടെ ഒരു കെയർ ആൻഡ് അറ്റൻഷനൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ചട്ടി പൊട്ടിപ്പോവാത്ത രീതിയിലും അതേപോലെ ഈ കോഡെക്സ് താഴ്ന്നു പോകുമ്പോൾ അതിനെ പറിച്ച് ജസ്റ്റ് ഒന്ന് വീണ്ടും മുകളിലേക്ക് ആക്കി വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ പൂക്കളുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ പറിച്ചൊക്കെ നടുന്ന സമയത്ത് എന്തെങ്കിലും വേരിന് ഒടിവൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സാഫ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള കഷ്ണമൊക്കെ ഇങ്ങനെ ഒടിയുകയാണെങ്കിൽ നമുക്ക് സാഫ് ഒന്ന് ജസ്റ്റ് തേച്ചിട്ട് ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നതുമായ ഒരു ചെടിയാണ് അഡീനിയം. ഒരുപാട് ഓവറായിട്ട് അതിന് വാട്ടർ കൊടുക്കരുത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട, നല്ല വെയിലത്ത് ഒന്നതിൻ്റെ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ചെറിയ നട്ട് മുളയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിനെ നല്ല വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഇതേപോലത്തെ ഷൂട്ടുകൾ വന്നു കഴിയുമ്പോൾ നമുക്കതിനെ വെയിലത്തേക്ക് വയ്ക്കാം. അപ്പോൾ നല്ല പൂക്കളുണ്ടാവും.